ദുഃഖശനി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖശനി അല്ലെങ്കിൽ വലിയ ശനി ആചരിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിനും സംസ്കാരത്തിനും ശേഷമുള്ള ഉയർപ്പിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദിനം. ഈശോയുടെ മരണം അവർ പൂർണ്ണമായും ഉറപ്പുവരുത്തിയ ദിവസം കൂടിയാണിന്ന്. വെള്ളിയാഴ്ച മരിച്ച് അടക്കപ്പെട്ട ഈശോയെ യഹൂദ അധികാരികൾ തുടർന്നും ഭയപ്പെടുന്നുണ്ട്. കാരണം ഈശോ തൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളിലെല്ലാം 3-ാം ദിനം താൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ കല്ലറ മുദ്ര വയ്ക്കുകയും കാവൽ സേനയെ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നത്. ഈശോയുടെ ഉത്ഥാനം യാഥാർത്ഥ്യമായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗവും അവർ ആലോചിക്കുന്നു. നന്മയുടെ വിജയം തടയാൻ തിന്മയുടെ ശക്തികൾ എന്നും ജാഗരൂകരാണ് എന്ന വസ്തുത ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയോടുള്ള സ്നേഹം തുടർന്നുകൊണ്ടിരുന്ന ഭക്തസ്ത്രീകൾ പ്രത്യാശയുടെ വക്താക്കളാകുന്നതും ദുഃഖശനിയാഴ്ച നാം കാണുന്നു. നമുക്കും പ്രത്യാശ കൈവിടാതെ ഈശോയെ കാത്തിരിക്കുന്നവരാകാം. സഹനത്തിന് മഹത്വമുണ്ടെന്നും കുരിശിന് ശേഷം കിരീടമുണ്ടെന്നും മരണത്തിന് ശേഷം ഉയർപ്പ് ഉണ്ടാകുമെന്നുമുള്ള പ്രത്യാശയിൽ അനുദിന ജീവിതത്തിൽ മുന്നേറാനുള്ള കൃപയ്ക്കായി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.